ഓണം. ഞാൻ ആദ്യമായിട്ട് സാരി എടുത്തു കേട്ടോ. തട്ടിക്കൂട്ടലാണ്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടിന് വന്നേക്കാം, ഫോട്ടോ എടുക്കാൻ പോവാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇപ്പോൾ ഓണത്തിൻ്റെ തലേദിവസമാണ്, ഉത്രാടാണ്. ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പൂ കിട്ടിയപ്പോൾ വൈകിട്ട് 5, 5:30, 6 മണി ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ച് വന്നതിന് ശേഷമാണ് പൂക്കളം ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നാട്ടിലത്തെ പോലെ അങ്ങോട്ട് എല്ലാം പ്രോപ്പറായി നടത്താൻ ഇവിടെ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമായിരിക്കും പൂക്കളം ഇടുന്നുണ്ടാവുക, കാരണം ഇവിടെ മലയാളീസ് വളരെ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ പൂക്കളിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം എത്തി. ഇന്ന് ഈ ഒരു ഓണസമയത്ത് ഞാൻ എൻ്റെ വീട്ടിലല്ല, നാട്ടിലുമല്ല, UAE-യിലാണ്. അപ്പം നല്ല മിസ്സിങ് തന്നെയാണ് എനിക്കുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയ്ക്കും അടിപൊളിയാക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ റൂമിന് തൊട്ടപ്പുറത്തുള്ളൊരു ലുലുന്നാണ് നമുക്ക് പൂവൊക്കെ കിട്ടി കേട്ടോ. അവിടെ നിന്ന് പൂ കിട്ടുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല. സിറ്റിയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കേണ്ടി വരും എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെയാണ് അവിടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ വാങ്ങിയിട്ട് വന്നപ്പോൾ അത്യാവശ്യത്തിലേറെ ക്വാണ്ടിറ്റി പൂക്കൾ നമുക്കുണ്ടായിരുന്നു. എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് വലിയ വലിയ പൂക്കളങ്ങളൊക്കെ ഇടാറ്. പിന്നെ സ്കൂളിലായാലും കോളേജിലൊക്കെ നമ്മൾ ഈ പൂക്കളം ഇടാനായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് കിട്ടിയപ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്തു എനിക്ക്. ഇവിടെ വന്നിട്ടും ഇതൊക്കെ ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നോർത്തൊരു നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് ഈ യെല്ലോ കളറുള്ള പൂവായിരുന്നു. പണ്ടൊക്കെ വീട്ടിൽ പൂക്കളിടുന്ന സമയത്ത് ഓറഞ്ച് കളറാണ് ഇങ്ങനെ പൊന്തി നിൽക്കാറ്. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ തൃക്കാക്കരപ്പനയൊക്കെ വെച്ച് ഓണം മൂട്ടാറുണ്ട്. സെപ്പറേറ്റ് തുമ്പപ്പൂവും ഇല വെച്ച്, പിന്നെ പൂവടയൊക്കെ ഉണ്ടാക്കി, മധുരമില്ലാത്ത അടയൊക്കെ ഉണ്ടാക്കിയിട്ട് ദൂരെ മാറി നിന്നിങ്ങനെ കുരവയൊക്കെ ഇട്ടിട്ട് ഒരു ചടങ്ങുണ്ട് കേട്ടോ. ഇവിടെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, പൂക്കളിട്ടിട്ട് അങ്ങനെ ഒതുക്കാം. പിന്നെന്താ, നാട്ടിൽ നിന്ന് സാരിയും അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് അതൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങളൊക്കെ കണ്ടുവെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ അടിപൊളിയായതുകൊണ്ട് മനസ്സിനൊരു ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു. ദേ, ഈ കളറുള്ള പൂവായിരുന്നു, ഇവനായിരുന്നു നമ്മുടെ പൂക്കളത്തിൻ്റെ മെയിനായിട്ടുള്ള താരം എന്ന് പറയാനായിട്ട്. നമ്മളിങ്ങനെ പിച്ചി ചീന്തി ഇങ്ങനെ മാറ്റി വെച്ചപ്പോൾ അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഇവൻ്റെ ഈ ഒരു കളർ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ പൊതുവെ പൂക്കളം ഇടുന്നത് ഓണത്തിൻ്റെ തലേദിവസം, അതായത് ഉത്രാടം നാളെ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഐഡിയ അത് ഇതാണ് കേട്ടോ. ചിരിപ്പിക്കല്ലേ, പക്ഷെ ഇങ്ങനെ ആവാന്നറിയില്ല, നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് ലാസ്റ്റായിട്ട് പൂക്കളിട്ടത്. ഇനിയിപ്പോൾ സെറ്റ് ആവാന്നറിയില്ല അല്ലേ. നിങ്ങൾ കണ്ടില്ലേ, ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കുറച്ച് സിമ്പിൾ പൂക്കളംസ്. അപ്പോൾ അങ്ങനെ കിട്ടിപ്പോയതാണത്. പക്ഷേ ഐഡിയ അതാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ചെറിയ രൂപം വന്നെങ്കിലും പിന്നെ നമുക്ക് പൂവിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ഐഡിയ പോലെ ഒന്നും ആയില്ല. നമ്മൾ വേറെ ഡിസൈനിലേക്ക് പോവാണ് ചെയ്തത്. അവിടെ ചെറുതായി ഇവിടെ 10. ഫൈനലി ഞങ്ങളിത് ഇങ്ങനെ അവസാനിപ്പിച്ചിട്ടുണ്ട് പൂക്കളം. ഒരുപാട് വേറെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴായാലും എനിക്ക് മടുപ്പ് തോന്നി. അപ്പോൾ പിന്നെ കാണാൻ നിങ്ങൾക്ക് മടുപ്പ് വരുമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു പൂക്കളത്തിൻ്റെ ആ ഒരു ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് പൂക്കളം കാണിക്കാം നിങ്ങളെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂ വയലറ്റ് ആ ഒരു ഷെയ്ഡുള്ള
കളറാണ്. പിന്നെ നമ്മളൊരു അണ്ടർലൈൻ കൊടുത്തില്ലേ റെഡ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ വീണ്ടും യെല്ലോ ഇങ്ങനെ ബാക്കി വന്നപ്പോൾ യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുണ്ടായത്. അപ്പം ആ ദിവസം അവിടെ അവസാനിക്കുകയാണ് ഉത്രാടം നാൾ. ഇനി അടുത്ത വീഡിയോ തിരുവോണത്തിൻ്റെ അന്നാണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നോർമലി സൺഡേ ആയതുകൊണ്ട് എണീക്കാനൊക്കെ ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലുലുന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സദ്യ വരാറായിട്ടുണ്ട് കേട്ടോ, നമുക്ക് സദ്യ കാണാം. അപ്പോൾ അതേ ഉച്ചയായപ്പോൾ സദ്യക്ക് പോയി വാങ്ങിച്ചിട്ടുണ്ട് 2 പേർക്കുള്ളത്. രണ്ടിലും 2 തരം പായസം ഉണ്ടായിരുന്നു, പാലടി ഉണ്ടായിരുന്നു, ഗോതമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് കറികളൊക്കെ കാണിക്കാം. എന്തായാലും എല്ലാം അടിപൊളി കിട്ടുമായിരുന്നു. ഇച്ചിരി ചൂട് കുറവുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. മിക്ക ഫുഡ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കി കേട്ടോ. വേറെ അത്യാവശ്യം അങ്ങനെ പണിയെടുക്കേണ്ടി വന്നില്ല ഇതിൻ്റെ പേരിൽ. ആ പാക്കറ്റിൽ പപ്പടം ഉണ്ട്, പിന്നെ നമ്മളുടെ കടികളില്ലേ, ഉപ്പേരി, ശർക്കര വരട്ടി, പഴം ഉണ്ടായിരുന്നു. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ തലേദിവസം എല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കും സദ്യ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടും. ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരുങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു ടാലൻ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ. നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും സപ്പോർട്ടിനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം കൂടി നമ്മൾക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും എല്ലാം നമുക്ക് ഇഷ്ടത്തോടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റണമെന്നില്ലല്ലോ. നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ എല്ലാം കൂടി ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം ഒരു കുറവുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും. പിന്നെ എന്നും നമ്മൾ വെച്ച ഫുഡ് തന്നെയാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു വെറൈറ്റി വേണമല്ലോ. ഇത് മാത്രമല്ല 2 ഇലയും ഉണ്ടായിരുന്നു കേട്ടോ സെപ്പറേറ്റ്. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വലിയ കൗതുകം ഉണ്ടായിരുന്നു ഓരോ കറി നോക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പം മിക്ക വീട്ടിലിങ്ങനെ ഓർഡർ ചെയ്തിട്ട് സദ്യ കഴിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും സദ്യ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. പക്ഷെ അപ്പോഴും ഞാൻ കാര്യമായിട്ട് പണിയെടുക്കാറില്ല, അമ്മ തന്നെയാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ ഇലയൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി നല്ല രീതിയിൽ തുടച്ചൊക്കെ വെക്കുകയാണ്. പിന്നെ കുറച്ച് ഫുഡ്സ് ഐറ്റംസൊക്കെ നമ്മൾ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി അഴുകി ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഫീലൊന്നും ആയിരുന്നില്ല, എല്ലാം അടിപൊളി തന്നെയായിരുന്നു. എന്നാലും നമ്മുടെ സംതൃപ്തിക്കാണ് നമ്മൾ ചൂടാക്കിയത്. പിന്നെ പപ്പടമൊക്കെ ഇത്തിരി തണുത്തന്നെ ഇരുന്നിരുന്നത് കേട്ടോ. അതിൻ്റെ പേരാണ് ഞാൻ മറന്നത്, കൊണ്ടാട്ടമുളക്. അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഫുള്ളായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഈ സദ്യ എന്ന് പറഞ്ഞൊരു സംഭവത്തിലുണ്ടല്ലോ, ഫുള്ളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ സദ്യ കഴിച്ചിട്ടില്ല. ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് സദ്യ ഫുള്ളായിട്ട് കഴിക്കാനായിട്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. ഞാൻ ഏതെങ്കിലും ഒരു കറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, പിന്നെ അതും തോണ്ടിയിരിക്കും. അപ്പോൾ അയ്യോ ഇതെടുത്തില്ലല്ലോ ചോറ് കഴിയാതായല്ലോ എന്ന് തോന്നും. പിന്നെ രണ്ടാമത് ചോറ് വാങ്ങിക്കാനുള്ളൊരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടാവാറില്ല. ഇപ്പോൾ ഒട്ടുമില്ല, പണ്ട് പിന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. പിന്നെ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിരുന്നു. സാമ്പാർ പക്ഷേ എല്ലാത്തിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എനിക്കിഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവിയലാണ്. അപ്പോൾ അവിയൽ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിരുന്നത്. പിന്നെ മസാലക്കറി എനിക്ക് അത്ര ഇഷ്ടം അങ്ങോട്ടായില്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതൊക്കെയാണ് ഞാൻ കൂടുതൽ സദ്യയിൽ കഴിക്കാറ്, അവിയൽ, മസാലക്കറി. പിന്നെ മീൻകറി പോലത്തെ കറി ഉണ്ടാവില്ലേ. പിന്നെ വേറൊരു സംഭവമുണ്ട്, മാങ്ങച്ചാറ്, അതുണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു. ഇഞ്ചമ്പുളി അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ ഇഞ്ചമ്പുളി ഞാൻ ഒരുപാട് അങ്ങോട്ട് സദ്യയിൽ കഴിക്കാറില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. മോരൊക്കെ ഉള്ളത് ഞാൻ മറന്നു തന്നെ പോയി. എന്തായാലും കുറച്ച് കറിയൊക്കെ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കഴിച്ച് തീർക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ പായസം ആസ് യൂഷ്വൽ ഞാൻ ഇലയിലിട്ട് ഇങ്ങനെ കുഴച്ചൊക്കെ കുടിച്ച് തീർത്തു. ഇതായിരുന്നു നമ്മുടെ ഓണം വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ചിരിക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോഴേ എൻ്റെ അടുക്കളയൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആകെ അലങ്കോലമായിട്ടിരിക്കുകയായിരുന്നു ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ബൈ.